യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സംഗീത സംവിധായകൻ എബി ടോം സിറിയക് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം. നടി ഗ്രേസ് ആന്റണിയും ഭർത്താവ് എബിയും പങ്കെടുത്ത അഭിമുഖത്തിൽ തന്റെ പങ്കാളിയെ തനിക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുത്തുവെന്ന എബിയുടെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രണയകാലത്തെക്കുറിച്ച് സംസാരിക്കവേ 18-ാം വയസ്സിൽ പരിചയപ്പെട്ട ഗ്രേസ് അന്ന് ഒന്നുമറിയാത്ത കുട്ടിയായിരുന്നുവെന്നും തനിക്ക് വേണ്ട രീതിയിൽ താൻ ഗ്രൂം ചെയ്തെടുത്തതാണെന്നും എബി പറഞ്ഞിരുന്നു. ഈ പരാമർശത്തെ വളർത്തിയെടുത്തു എന്ന് ഗ്രേസ് തിരുത്തുകയും പിന്നാലെ അവതാരകയുൾപ്പെടെയുള്ളവർ ഇത് തമാശയായി കണ്ട് ചിരിക്കുകയും ചെയ്തതാണ് വിമർശകരെ ചൊടിപ്പിച്ചത്. 18-ാം വയസ്സിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. 19 വയസ്സിലൊക്കെയാണ് ഞങ്ങൾ പ്രണയത്തിലാവുന്നത്. അന്ന് ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയാണ് ഞാൻ. എനിക്ക് വേണ്ട രീതിയിൽ ഗ്രൂം ചെയ്തെടുത്താണ്. ഇതായിരുന്നു എബിയുടെ വാക്കുകൾ. ഇതുകേട്ട് ഗ്രേസ് വളർത്തിയെടുത്തു എന്നുകൂടെ കൂട്ടിച്ചേർത്തു. എബി പറഞ്ഞു നിർത്തിയതും തമാശയെന്നോണം അവതാരകയുൾപ്പെടെ 3 പേരും പൊട്ടിച്ചിരിച്ചു. അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം കടുത്തത്. പങ്കാളിയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിക്കാത്ത ഇത്തരം പ്രസ്താവനകൾ സ്ത്രീവിരുദ്ധമാണെന്നും തുല്യതയ്ക്ക് വിരുദ്ധമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം. 8 വയസ്സിന്റെ പ്രായവ്യത്യാസമുള്ള ഒരാൾ 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ തന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുത്തുവെന്ന് അവകാശപ്പെടുന്നത് കാൽപ്പനികവൽക്കരിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. പങ്കാളികൾക്കിടയിൽ പരസ്പരമുള്ള സ്വാധീനം സ്വാഭാവികമാണെങ്കിലും ഒരാൾ മറ്റൊരാളെ തനിക്കായി വാർത്തെടുത്തു എന്ന് പറയുന്നത് അധികാരപ്രയോഗത്തിന്റെ സൂചനയാണെന്നും പറയുന്നു. ഗ്രൂമിംഗ് പരാമർശങ്ങളെ നിസ്സാരവൽക്കരിക്കരുതെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നും എബി തന്നെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതടക്കം വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രണയത്തിലായിരിക്കുന്ന ഒരാളുടെ വ്യക്തിത്വത്തെ മാനിക്കാത്തതും തുല്യതയ്ക്ക് എതിരുമാണ് എബിയുടെ പ്രസ്താവനയെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇരുവർക്കും അതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും മറ്റൊരാളെ തനിക്ക് വേണ്ടി മാറ്റിയെടുത്തുവെന്നത് തമാശയായി അവതരിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത്തരം പരാമർശങ്ങളെ ഒരിക്കലും കാൽപ്പനികവൽക്കരിക്കാൻ പാടില്ലെന്നും വിമർശകർ പറയുന്നു. അതേസമയം വിമർശകർക്ക് പരോക്ഷ മറുപടിയുമായി ഗ്രേസ് ആന്റണി എത്തി. എബിയെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീലിന്റെ ക്യാപ്ഷനിലാണ് ഗ്രേസിന്റെ മറുപടി. പെർഫെക്റ്റ് ഗ്രൂമിംഗ് ഏട്ടായി എന്നായിരുന്നു ഗ്രേസിന്റെ അടിക്കുറിപ്പ്. സുഹൃത്തുക്കൾക്കൊപ്പം ഗ്രേസും എബിയും കാറിൽ സഞ്ചരിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഗ്രേസാണ് കാർ ഓടിക്കുന്നത്. കൂലിയിലെ പവർ ഹൗസ് എന്ന പാട്ട് പശ്ചാത്തലത്തിൽ കേൾക്കാം. ഗ്രേസിന്റെ ക്യാപ്ഷനെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഗ്രേസ് ആന്റണി എബി ടോം സിറിയക് വിവാഹം. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് എബി. മ്യൂസിക് പ്രോഗ്രാമറും അറേഞ്ചറും കൂടിയായ എബി ഒട്ടേറെ മലയാളം ചിത്രങ്ങളുടെ സംഗീത വിഭാഗത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ 7ഓളം ചിത്രങ്ങളിൽ പ്രവർത്തിച്ച എബി പൃഥ്വിരാജ് നായകനായ പാവാടയിലെ പാട്ടുകളിലൂടെയാണ് ശ്രദ്ധേയനായത്. ഒമർ ലുലു സംവിധാനം ചെയ്ത ഹാപ്പി വെഡ്ഡിങ്ങിലൂടെയായിരുന്നു ഗ്രേസ് ആന്റണിയുടെ അരങ്ങേറ്റം. കുമ്പളങ്ങി നഴ്സിലെ വേഷം ഗ്രേസിനെ കൂടുതൽ ശ്രദ്ധേയാക്കി. ജോർജേട്ടൻ സ്ഫുരം, തമാശ, ഹലാൽ, ലവ് സ്റ്റോറി, കനകം കാമിനി കലഹം, റോഷാക്ക് എന്നിവയിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. റാം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം പറന്തുപോവാണ് ഗ്രേസിൻ്റെതായി അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം. എക്സ്ട്രാ ഡീസൻ്റ് ആണ് മലയാളത്തിൽ റിലീസ് ചെയ്ത അവസാന ചിത്രം.